മീറ്റിടാത്തതുകൊണ്ട് സൗജന്യമായിട്ട് കിട്ടത്തില്ല, ആളിറങ്ങി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസിനെ വിളിക്കും, നമുക്ക് പെറ്റി അടിച്ചിരുന്നു. ഈ കൂലിക്ക് ഓടുന്ന ഓടി കിട്ടുന്നതാണ് ഈ പിന്നെ പെട്രോൾ അടിക്കണം, വീട് നോക്കണം, എല്ലാ കാര്യവും ഇതുവഴി ചെയ്യണം. ഈ വകുപ്പുകളെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റും യാത്രത്തോലാണ്? ഇത് തൊഴിലാളികൾക്കിടയിൽ തൊഴിലാളികളെ വെറും മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ 10 രൂപ വണ്ടി വന്ന ശേഷം ഓടാൻ പറ്റുന്നില്ല, അത്രയും ഗതികേടാ. ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ഒന്നും പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. യാത്രക്കാരെയും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിൽ കമ്മീഷണർ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ യോജിക്കാൻ കഴിയില്ല. തൊഴിലാളികൾ എല്ലാവരും കുഴപ്പക്കാരാണെന്നുള്ള കാഴ്ചപ്പാടോടെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരെ കർശനമായി നിയന്ത്രിക്കപ്പെടണം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇടാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ, യാത്ര പോയി കഴിഞ്ഞാൽ സൗജന്യ യാത്ര നൽകും എന്നുള്ള ഒരു MVDയുടെ ഒരു ഉത്തരവ് പുറത്ത് ഇറങ്ങുന്നത്, അത്തരത്തിലുള്ളൊരു പരാമർശമെല്ലാം ഇറങ്ങുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഓട്ടോ തൊഴിലാളികളിൽ നിന്നും ഉയർന്നു വരുന്നത്. നമുക്ക് ഓട്ടോ തൊഴിലാളികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ മീറ്റർ ഇടാതെ വണ്ടി പോയി കഴിഞ്ഞാൽ സൗജന്യ യാത്ര എന്ന് പറയുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കും? അത് മീറ്റർ ഇടാതെ പോയി കഴിഞ്ഞാൽ സൗജന്യ കാശ് തരത്തില്ല. അത് പറഞ്ഞാൽ മീറ്റർ ഇടാത്തതുകൊണ്ടാണ്, മീറ്റർ ഇടാത്തതുകൊണ്ട് സൗജന്യമായിട്ട് കിട്ടത്തില്ല, ആളിറങ്ങി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസിനെ വിളിക്കും, നമുക്ക് പെറ്റി അടിച്ചിരുന്നു. അവർ പറയും എന്തുകൊണ്ട് നീ മീറ്റർ ഇടാത്തെന്നു, അത് മീറ്റർ ഇട്ടില്ല. അതാണ് ഇത് നല്ലതാണോ ചീത്തതാണോ? ഇത് നമുക്കെന്ന് പറഞ്ഞാൽ മീറ്റർ ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മൾ ഗണേശകുമാർ കൊണ്ടുവന്നതാണ്. ഈ ഒരു ഇത് തെറ്റാണ് അത് ചെയ്യണത്. ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ആട്ടക്കാരുണ്ട്, അല്ലാതെ ഒരു കൂലിക്ക് ഓടുന്നത്. ഈ കൂലിക്ക് ഓടുന്ന ഓടി കിട്ടുന്നതാണ് ഈ പിന്നെ പെട്രോൾ അടിക്കണം, വീട് നോക്കണം, എല്ലാ കാര്യവും ഇതുവഴി ചെയ്യണം. ഈ വകുപ്പുകളെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റും യാത്രത്തോലാണ്? അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ചേട്ടൻ എവിടെയാ ഓട്ടോ ഓടുന്നത്? ഇവിടെ ഗാന്ധി പാർക്ക്. ചേട്ടാ, ഈ ഒരു തീരുമാനത്തിന് എങ്ങനെ നോക്കി കാണുന്നു? ശരിയാണോ? ഈ തീരുമാനം അങ്ങേയറ്റം തെറ്റാണ്. കാരണം വെച്ചാൽ മറ്റേതെങ്കിലും മേഖലയിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അവർ ആ മിസ്റ്റേക്ക് സംഭവിക്കുന്നവർക്കെതിരെ ഇത്തരം കിരാത നടപടികൾ എടുക്കുന്നുണ്ടോ? അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് തൊഴിലാളികൾക്കിടയിൽ തൊഴിലാളികളെ വെറും മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. സമൂഹത്തിൽ ഇതൊട്ടും ആശാസ്യകരമായ നിലപാടല്ല. അതുകൊണ്ട് ഈ നിയമം പിൻവലിക്കണമെന്നാണ് തൊഴിലാളികളുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം. ഒരു കാര്യം, ഈ മീറ്റർ ഇടാതെ പോയിക്കൊണ്ട് യാത്രക്കാരിൽ നിന്നും അമിത ചാർജ് ഈടാക്കുന്ന പ്രവണതയും ഇല്ലേ? ഉണ്ട്. അങ്ങനെയുള്ളവരെ അവർ ശക്തമായ ഇവിടെ നിയമം നിലനിൽപ്പുണ്ട്. നിയമം ഉള്ള ഒരു നാടാണ്. ഈ നാട്ടിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. അല്ലാണ്ട് എല്ലാ തൊഴിലാളികൾക്കെതിരെയും ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ആശാവഹമല്ല, ശരിയല്ല. എന്തുകൊണ്ടാണ്? എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, നമ്മളെ ഓടാൻ അനുവദിക്കുന്നില്ല, അതൊക്കെയാണ് കാരണം. ജീവിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ 10 രൂപ വണ്ടി വന്ന ശേഷം ഓടാൻ പറ്റുന്നില്ല, അത്രയും ഗതികേടാ. ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ഒന്നും പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഈ അമിത ചാർജ് ഈടാക്കുന്ന ഒരു പ്രവണതയില്ല, അപ്പൊ അത് തടയാൻ ഇത് സഹായിക്കുന്നു. അമിതമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വാങ്ങുന്നില്ല. മീറ്ററിൽ കാണുന്ന പൈസയിലേ വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളതല്ല, പല സ്ഥലങ്ങളിലും വന്ന് ഓടുന്നുണ്ട്, പല ഏരിയയിൽ നിന്നും വന്ന്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്കൊന്നും ഇപ്പം ഇല്ല. മറ്റിപ്പം പല ഏരിയയിൽ നിന്നും വന്ന് ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓട്ടം ഇല്ലാതായത്. കണ്ടമാനം വണ്ടികൾ വന്ന് ഇറങ്ങുന്നു. സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. ഈ സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. സ്റ്റിക്കർ വന്നാലും ദോഷം തന്നെ, ദോഷമാണ്, തീർച്ചയായിട്ടും ദോഷമാണ്. ഓട്ടോറിക്ഷ മേഖലയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പക്ഷേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് സിറ്റി പെർമിറ്റ് ഉള്ള വണ്ടി, സിറ്റി അഡ്രസ്സുള്ള വണ്ടി ഒഴിച്ച് ഈ ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത് അങ്ങന്ന് ഇങ്ങറ്റം വരെ ഉള്ള എല്ലാ വാഹനങ്ങളും സിറ്റിക്കകത്തുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം ഒരു 1000 രൂപ ഓടുകയാണെങ്കിൽ 400 രൂപ പെട്രോളാവും. ബാക്കി പെയർ പാർട്സിൻ്റെ വിലകൾ, പിന്നെ മറ്റ് ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. അതിന് പ്രതികരിച്ചുകൊണ്ടുള്ള സമരമാണ് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത്. ചേട്ടാ, ഈ ഒരു പുതിയൊരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ശരിയാണോ? അതിലൊരിക്കലും നമുക്ക് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. എന്തെങ്കിലും പിന്നെ ആർട്ടിസ്റ്റ് തൊഴിലാളികൾ ഇങ്ങനെ നിയമവിരുദ്ധം പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ നിയമങ്ങൾ കൊണ്ടുവരണം. ഇത്തരത്തിൽ വരുന്ന യാത്രക്കാരെയും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിൽ കമ്മീഷണർ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ യോജിക്കാൻ കഴിയില്ല. ഇത്തരം നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് പുനർചിന്തനം നടത്തണം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ ആ ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കപ്പെടാൻ ഭരണകൂടം തയ്യാറാകണമെന്നാണ് ATC പറയാനുള്ളത്. ഒരിക്കലും
AITUC ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അംഗീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ഏതെങ്കിലും തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു 2-3% തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ഈ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളെയും തൊഴിലാളി വർഗത്തെയും ആക്ഷേപിക്കുന്ന സമീപനത്തെ ഒരിക്കലും AITUC അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും ഗവൺമെൻറ് പിന്തിരിയണം. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം AITUC നേതൃത്വം കൊടുത്ത ഓട്ടോറിക്ഷ തൊഴിലാളി മാത്രമല്ല AITUC തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഈ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ തുടരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ഈ അമിത ചാർജ് ഈടാക്കുന്നതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കില്ലേ? അതിനാണ് ഞങ്ങൾ എതിർക്കുകയല്ല. അമിതമായ ചാർജ് ഈടാക്കുന്ന തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിയമത്തിൻ്റെ പരീക്ഷ നിന്നുകൊണ്ട് അവർ നടപടിയെടുക്കാം. പക്ഷേ സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടാതെ ഒരു സ്റ്റിക്കർ കൊണ്ടുവന്ന കൊടുത്തൽ കഴിഞ്ഞില്ലെങ്കിൽ ആ യാത്രക്കാരും അവരും തമ്മിൽ 5 കാശ് കൊടുക്കണം. അവർ സംഘർഷഭൂമിയാവില്ലേ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയല്ലേ? അത് തൊഴിലാളി സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികളുണ്ടെങ്കിൽ അവർ തൊഴിലാളി സംഘടനകൾ വിശ്വാസം അറിയിച്ചുകൊണ്ട് എങ്ങനെ നടപടി സ്വീകരിക്കണം എന്നതിന് ഗവൺമെൻറ് തീരുമാനിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ഇറക്കുന്ന സൽക്കുണ്ട് അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനമല്ല കേരളം. കേരളത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ആ ആക്ഷേപം തൊഴിലാളി സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താ? പ്രീപെയ്ഡിൻ്റെ പരിസ്ഥിതി എന്താ? പ്രീപെയ്ഡ് വരുമ്പോൾ അവർക്ക് കൃത്യമായ കാശ് അടിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി ആ പ്രീപെയ്ഡ് സംവിധാനം തകർന്നിരിക്കുകയല്ലേ, അത് പുനഃസ്ഥാപിക്കില്ലേ? അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാക്ഷിതമായി ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ സമൂഹത്തിൽ എല്ലാവരും കുഴപ്പം ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് തൊഴിലാളികൾ എല്ലാവരും കുഴപ്പക്കാരാണെന്നുള്ള കാഴ്ചപ്പാടോടെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള തൊഴിലാളികളുണ്ടെങ്കിൽ അവരെ കർശനമായി നിയന്ത്രിക്കപ്പെടണം. അവർക്ക് നടപടി സ്വീകരിക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കലെല്ലാം ഉണ്ടാക്കേണ്ടത് അത് അരാജ്യത്തിലേക്ക് സമൂഹത്തിൽ മറന്നു പോകുന്നതാണ് ഇത് പറയാനുള്ളത്. എന്തായാലും ഈ മീറ്റർ ഇടാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ, അതായത് യാത്ര സൗജന്യമാണ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഓട്ടോ തൊഴിലാളികളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചിരിക്കുന്നത് AITUC സംഘടനയ്ക്ക് കീഴിൽ വരുന്ന ഓട്ടോ തൊഴിലാളികളാണ്. അവർ പറയുന്നത് ഇത് ശരിയായ തീരുമാനം അല്ല എന്ന് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.